കൊച്ചി ഫോറം മാളിലെ PVR സിനിമാസ് ഓപ്പൺ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഏപ്രിൽ 10-ാം തീയതിയാണ് ആ ഒരു തിയേറ്ററിന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ തുറക്കുമായിരിക്കും അല്ലേ? തുറക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു തിയേറ്ററിന് പുറമെ ആയിട്ട് അടുത്ത ഒരു തിയേറ്ററും കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഏത് തിയേറ്ററാണെന്നറിയോ? കുറേ കാലമായിട്ട് തിയേറ്റർ റിനോവേഷൻ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്ന് നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേറെ ഏത് തിയേറ്ററും അല്ല, നമ്മുടെ മൂവാറ്റുപുഴ ഐസെക്സ് മറിയ തിയേറ്ററാണ് എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോഴേ തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിലേ, കുറച്ച് ദിവസം മുന്നേ ആയിട്ട്, കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ആയിട്ട് നമ്മുടെ ആടുജീവിതം സിനിമയുടെ പോസ്റ്റർ തിയേറ്ററിന് മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തിയേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ട് അവർ തിയേറ്ററിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പോസ്റ്റർ കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ചത് ഓക്കെ, ചിലപ്പോൾ ആടുജീവിതത്തിന് എങ്ങാനും തുറന്നാലോ ഒരു പ്രതീക്ഷയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒഫീഷ്യലായിട്ട് തിയേറ്റർ പറഞ്ഞിട്ടില്ല, ഇത് ആടുജീവിതം ആ ഒരു സിനിമയുടെ പോസ്റ്റർ ഉണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അറ്റവും മൂലമൊക്കെ കേട്ടിട്ട് ചില വാട്സപ്പ് ഫേസ്ബുക്ക് അമ്മാവന്മാരൊക്കെ പറയുന്നത് നമ്മുടെ തലയ്ക്ക് കൊണ്ട് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് അമ്മാവന്മാരുണ്ട്. പോട്ടെ, അവർക്ക് നമുക്ക് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, തിയേറ്ററിൻ്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായിട്ട് കുറേ അധികം അപ്ഡേറ്റുകൾ, അതായത് തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ, സ്ക്രീന്, സൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് അവർ അവരുടെ ഫേസ്ബുക്ക് പേജ് വഴി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ ഐസെക്സ് മറിയ തിയേറ്ററിലെ അപ്ഡേറ്റുകൾ നോക്കാം. അപ്പോൾ ഇവിടെ 2 സ്ക്രീനാണ് വരുന്നത്, ഐസെക്സ് അതുപോലെ തന്നെ മറിയ. ഐസെക്സ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തം 432 സീറ്റാണ് ആ ഒരു സ്ക്രീനിൽ വരുന്നത്. അതുപോലെ തന്നെ മറിയ എന്ന് പറഞ്ഞ സ്ക്രീനിൽ 328 സീറ്റാണ് വരുന്നത്. സീറ്റിന് എണ്ണം അവർ ചെറുതായിട്ടൊന്ന് വെട്ടിക്കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ നിൽക്കട്ടെ, അടുത്ത് നമുക്ക് പ്രൊജക്ടേഴ്സിലേക്ക് പോകാം. പ്രൊജക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററിൽ അവർ ആ തിയേറ്ററിന്റെ ഫേസ്ബുക്ക് പേജ് വഴി ഒരു ഒഫീഷ്യലായിട്ട് കൊടുത്തേക്കുന്ന പ്രൊജക്ടേഴ്സ് എന്നാണ് കേട്ടോ. അതായത് 2 എണ്ണമാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ പ്രൊജക്ടർ എന്നല്ല. അപ്പോൾ അവിടെ അതിന് തൊട്ടായിട്ട് കൊടുത്തേക്കുന്നത് 4K RGB ലേസർ എന്നാണ് കേട്ടോ. അപ്പോൾ 2 സ്ക്രീനിലും നമുക്ക് 4K RGB ലേസർ പ്രൊജക്ടേഴ്സ് എന്ന് തന്നെ അനുമാനിക്കാം അല്ലേ? അവർ കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്പെസിഫിക് ആയിട്ട് അവർ 2 സ്ക്രീനിന്റെ ബ്രാൻഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ 1 ബാർക്കോ ആണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ സ്ക്രീൻ 2 ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സ്ക്രീനിലും 4K പ്രൊജക്ടറാണ് നമ്മുടെ ഐസെക്സ് ആൻഡ് മറിയ തിയേറ്ററിൽ വരുന്നത് കേട്ടോ. അടുത്തത് ഇനി സൗണ്ട് ഫോർമാറ്റ് ആണല്ലോ. അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സ്ക്രീനിലും ഡോൾബി അറ്റ്മോസ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 സ്ക്രീനിലും 4K പ്രൊജക്ഷൻ, 4K RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഇനി നമ്മുടെ സൗണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ്. എൻ്റെ മോനെ, 4K ഡോൾബി അറ്റ്മോസിൽ നിങ്ങൾക്ക് സിനിമ കാണാൻ കേട്ടോ, വേറെ ലെവലാണ്. പിന്നെ ഈ 2 സ്ക്രീനിലും പൾസിൻ്റെ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ സ്ക്രീനിൻ്റെ സൈസിൻ്റെ വലിപ്പവും അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻ 1 പറഞ്ഞിരിക്കുന്നത് നിയർലി 50 ഫീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതാണ്ട് 50 ഫീറ്റ് വരെ വലിപ്പമുള്ള സ്ക്രീനാണ് സ്ക്രീൻ 1 ഇരിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രീൻ 2 കാര്യം നോക്കുവാണെങ്കിൽ ഏതാണ്ട് 42 ഫീറ്റ് വലിപ്പമുള്ള സ്ക്രീനാണെന്നാണ്. അപ്പോൾ അത്യാവശ്യം സ്ക്രീനിൻ്റെ വലിപ്പവും ഉണ്ട്, നല്ല സ്പെക്കുമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാര്യം ഇവർ ഇതിന് മുന്നേ ആയിട്ടൊരു പോസ്റ്റ് ഇട്ടായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ മറിയ എന്ന് പറഞ്ഞ സ്ക്രീനിൽ അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ ആ ഒരു പോസ്റ്റ് കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിട്ടേക്കാം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പോസ്റ്റുകൾ വെച്ച് നോക്കുന്ന സമയത്ത് 4K പ്രൊജക്ഷൻ, 4K RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ്, അതുപോലെ പൾസിൻ്റെ സ്പീക്കേഴ്സ്, ഹാക്കിനെസിൻ്റെ സ്ക്രീൻ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണ് തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പണിംഗ് സൂൺ ഉള്ളതാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ്. അവിടെയും ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ അതിനകത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കമൻ്റ് ആയിരുന്നു, ആവേശം എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിച്ചപ്പോൾ തിയേറ്ററിൻ്റെ ആ ഒരു പേജ്, ആ ഒരു ഐഡിയിൽ നിന്ന് തന്നെ യെസ് എന്ന് പറഞ്ഞിട്ട് അവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്തനുമാനിക്കാം? നമ്മുടെ ആവേശം അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം സിനിമ റിലീസാവുന്നത് ഏപ്രിൽ 11-ാം തീയതിയാണ്. അപ്പം ഈ 2 സിനിമകളോട് കൂടിയിട്ട് നമ്മുടെ ഐസെക്സ് മറിയ തിയേറ്റർ, മൂവാറ്റുപുഴയിലെ ഐസെക്സ് മറിയ തിയേറ്റർ തുറക്കും എന്ന് നമുക്ക് വിചാരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ആടുജീവിതം ഇപ്പോൾ ഓടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോമ്പ് കാലം തീരുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആടുജീവിതത്തിനും എന്തായാലും നല്ലൊരു പുള്ളിങ്, ഈ ഒരു നോമ്പ് കഴിയുന്നതോട് കൂടിയിട്ട് നല്ലൊരു ക്രൗഡ് പുള്ളിങ് വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. യെസ്, അപ്പോൾ അതങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കാലത്തെ, നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം കുറേ അധികം ആൾക്കാർ ഈ ഒരു തിയേറ്ററിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഡെയിലി ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും കമൻറ്റൊക്കെ ആയിട്ട് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ എന്തായാലും അതിനൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തിയേറ്റർ തുറക്കട്ടെ.